മോർച്ചറി ബനിയാസ് മോർച്ചറി മോർച്ചറി ബനിയാസ് അപ്പോൾ ഫ്രണ്ട്സ് ഒരാളെ കാണാനുള്ള യാത്രയിലാണ്. അതിങ്ങനെ ഒരു കാഴ്ച ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല, കാണാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. 3:30 മണിയാണ് സമയം പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായി. 1 മണിക്കൂർ ബസ്സിന് കാണിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് തോന്നുന്നത്, പക്ഷെ 1 മണിക്കൂർ ബസ്സിന് കാണിക്കുന്നുണ്ട്. എന്തായാലും മനസ്സിനങ്ങനെ ഒരു ആഗ്രഹം, പിന്നെ അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു വിഷമം. ഒന്നും വിചാരിച്ചില്ല, ഇറങ്ങി പുറപ്പെട്ടിക്കണേ. ഇവിടെ അവസാനിക്കും എന്നുള്ള അറിയില്ല. ഇൻഷാ അല്ലാഹ്. ബസ് കയറിയത് മാറിപ്പോയി, ബസ് ലോക്കായിപ്പോയി. വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാക്സിയും ടൂക്സിയൊന്നും കിട്ടിയില്ല. ടാക്സിയിലെങ്കിലും പോകാമെന്ന് വിചാരിച്ച്, ടാക്സിയൊന്നും കാണുന്നില്ല. നമ്മളെ ശ്രമം പാളി, പോകാൻ പറ്റും തോന്നുന്നില്ല. 2:30 മണിയായി. ഇവിടെ ആണെങ്കിൽ ടാക്സി ഒന്നും കാണുന്നില്ല. ഇനി ഒരു കാരണവശാലും അവിടെ എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഇവിടെ ഏത് ബസ്സാണ് വരുന്നതെന്ന് അറിയില്ല. ബസ് കയറി തിരിച്ചു പോകാമെന്ന് കരുതുമ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ടാക്സിക്ക് പോകാൻ. ഞാൻ പറഞ്ഞു ഇവിടെ ഒറ്റ ടാക്സി പോലില്ല. അവൻ പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാം വാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എവിടുന്ന് തപ്പി പിടിച്ചൊരു ബംഗാളി ടാക്സി ഡ്രൈവറായിട്ട് വന്ന്. സെൽഫായിട്ട് ഓടുന്ന ടാക്സിയാണ്, കള്ള ടാക്സി എന്ന് പറയും. അതിൽ കയറിയാൽ നിയമവിരുദ്ധമാണ്. പിടിക്കപ്പെട്ടാൽ 2 ആൾക്ക് ഒരേ രീതിയിലുള്ള ഫൈനും കാര്യങ്ങളാണ്. എങ്ങനെയെങ്കിലും തിരിച്ചു പോകാമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമുള്ളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണം. ഇന്നത്തെ ബസ്സിൻ്റെ സ്പോട്ടിൽ നിന്ന് കുറേ അങ്ങോട്ട് നടന്നും ചെയ്ത്. എൻ്റെ സ്ഥലവും കഴിഞ്ഞിട്ട് കുറേ ദൂരം അവൻ്റെ സ്ഥലത്തേക്ക് പോകാണ്ട്. എന്നിട്ടും അയാൾ എന്നോട് 30 ദിർഹംസ് ആവശ്യപ്പെട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അതില്ല, ഞാൻ ബസ്സിന് തന്നെ പോയിക്കൊണ്ട്. ആൾ ചോദിച്ചു എൻ്റെ ലൊക്കേഷൻ ഏതാണ്. ഞാൻ പറഞ്ഞു ലൊക്കേഷൻ അറിയില്ല. അവിടെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അബുദാബി യൂണിവേഴ്സിറ്റി. അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയേണ്ടതാണ്. അയാൾ എന്നിട്ട് അത് അറിയാത്ത മാതിരി നടിച്ചതാണോ എന്താണെന്ന് അറിയില്ല. ഞാനൊരു വേറെ റൗണ്ടംബോട്ടത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അവിടെ ഇറക്കുള്ളൂ, അവിടെ നിൻ്റെ സ്ഥലത്തേക്ക് കുറേ ദൂരമുണ്ട്. ആൾ ആ റൗണ്ടംബോട്ടത്തിനോട് എന്നെ ഇറക്കാൻ വേണ്ടി നോക്കി. ഞാൻ അപ്പം പറഞ്ഞു ആ ബംഗാളി എവിടെയാണ് ഇറങ്ങുന്നത്, അവിടെ ഇറങ്ങിക്കൊണ്ട് അവിടെ തിരിച്ച് ഞാൻ റൂമിലേക്ക് ബസ്സിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. വരുന്ന റോഡിലൂടെ ഞാൻ എൻ്റെ ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ നിർത്താൻ പറഞ്ഞ് ആളിനെ അവിടെ ഇറക്കിയിട്ടോ. ബസ്സിൽ വന്നിട്ട് വഴി തെറ്റുന്നത് ഇവിടുത്തെ ആദ്യത്തെ അനുഭവമല്ല കേട്ടോ. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് അറിയില്ല എന്ന്.